അഭ്യർത്ഥിക്കുന്നു, ആഘോഷിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനു പോവുകയാണ് ഗോപിക ഗോപൻ? നമ്മൾ പോകുന്നത് ജനാധിപത്യം എന്ന് വീണ്ടും വീണ്ടും അടിയുറച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വോട്ടിടാനാണ് പോകുന്നത്. ജനാധിപത്യമാണോ? ഇത്തവണ മൂന്ന് വോട്ടുണ്ട്. ലാസ്റ്റിൽ എത്ര വോട്ടുണ്ടായിരുന്നു? വോട്ട് 3 വോട്ട്. നീ അങ്ങനെയല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ല, ഞാൻ ഉദ്ദേശിക്കാൻ വിചാരിക്കും നമ്മൾ കള്ള വോട്ടിടാണ്. അങ്ങനെയല്ല, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നമ്മളോടൊപ്പം നമ്മുടെ ഈ യാത്രയിൽ കൂടി ചേരുന്ന നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ. ആവേശഭരിതനായിട്ട് പോകുന്നത് നമ്മുടെ ആദ്യമല്ല, നമ്മുടെ അച്ഛനാണ്. പുള്ളിക്കാനാണ് സ്ഥാനാർത്ഥി. പുള്ളിക്കാരൻ ആരും വോട്ട് കൊടുക്കുന്ന പോലെയാണ് നടത്ത ചിന്ത. ചെയ്യില്ല. കാരണം അച്ഛൻ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് ആന്റി ക്യാമ്പയിൻ ആയിരിക്കും. ഇല്ല, അച്ഛനെ ഞാനൊരു പൊളിറ്റീഷ്യനായിട്ട് കാണുന്നില്ല. എന്തിനു വെറുതെ ക്യാമ്പയിൻ വോട്ട്സ്. ഒരു കാൻഡിഡേറ്റ് നമ്മുടെ സെക്കൻഡ് കാൻഡിഡേറ്റ് രമ്യ DS. ഇതാണ് നമ്മുടെ 3 കാൻഡിഡേറ്റ്സ്. പക്ഷെ നമ്മൾ ഉരുട്ടുകാല സ്കൂളിലാണ് പോകുന്നത് അല്ലേ പ്രീതു? നമ്മൾ ഉരുട്ടുകാല സ്കൂളിലല്ലേ പോകുന്നത്? ഉരുട്ടുകാല സ്കൂൾ. ഇലക്ഷൻ ID കാർഡൊക്കെ എടുത്തോ? എല്ലാം പ്രിയപ്പെട്ട ഗോപകുമാർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട്. ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ കുട്ടി ആയതുകൊണ്ടാണോ അറിയില്ല. എനിക്ക് കുഞ്ഞ് വരാനിട്ടെന്ന്. അതെ, പ്രായമേറി. ഇവിടെ കാണിക്കും. അച്ഛൻ്റെ കൈ കാണിക്കൂ. അച്ഛനും കുഞ്ഞുകുട്ടി. അമ്മയ്ക്കോ? എവിടെ അമ്മ കൈ കാണിക്കാമോ? അങ്ങനെ ഞങ്ങളിത് വോട്ടിട്ട് ഉരുട്ടുകാല സ്കൂളിൽ നിന്നും വിട വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. കടയോ? അമ്മ എന്തോന്ന് വിചാരിച്ചു? ജീപ്പേ ഉണ്ടോന്ന് ചോദിക്കാൻ. ഇന്ന് ഇന്ത്യയിലെ കടകളുണ്ട്, ജീപ്പില്ലാത്ത കടകളുണ്ട്. അതുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാം ടെക്നോളജി, നമ്മളെല്ലാം ഹൈടെക്. ബോട്ടിൽ വെള്ളമല്ല, വാഴയ്ക്കൊപ്പം വേണോ സ്ഥാനാർത്ഥി? ഫേക്ക് സ്യൂഡോ സ്ഥാനാർത്ഥി.